ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ മലയാളം ഫസ്റ്റ് നമ്മൾ അടിപൊളിയായി ഉഷാറായി നമ്മൾ എഴുതി അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ മാത്രമാണ് പരീക്ഷയ്ക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ മെസ്സേജുകളൊക്കെ ടീച്ചർ കണ്ടിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അതേപോലെ നമുക്ക് മലയാള സെക്കൻഡ് നമുക്ക് ഉഷാറായിട്ടല്ലേ 40 മാർക്കിനുള്ളത് നമുക്ക് സെറ്റാക്കി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ സംശയങ്ങൾ അല്ലേ, അതിനൊക്കെ ഒരു സൊല്യൂഷനുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പരീക്ഷയ്ക്ക് നമുക്ക് മലയാളം ലാംഗ്വേജ് പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യ മാതൃകകളിലൂടെയാണ് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാറുള്ളത്, പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുക അല്ലെ. അപ്പോൾ എന്തൊക്കെയാണ് അത്തരം ചോദ്യ മാതൃകകൾ? മുഖപ്രസംഗം ചോദിക്കും, ഉപന്യാസം ചോദിക്കും, പിന്നെ പ്രഭാഷണം അല്ലെ, കുറിപ്പുകൾ, ഇങ്ങനെ ഒരുപാട് രീതികൾ അല്ലെ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. പിന്നെ കുറിപ്പുകൾ പലതരത്തിലുള്ള കുറിപ്പുണ്ട്, ആസ്വാദന കുറിപ്പുണ്ട്, പ്രതികരണ കുറിപ്പുണ്ട്, വിശകലനാത്മക കുറിപ്പുണ്ട്, ഇങ്ങനെ പല സാധാ കുറിപ്പ്, ഇങ്ങനെ പല രീതിയിലുള്ള കുറിപ്പുകൾ നമ്മൾ പരീക്ഷയിൽ കാണാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണിവ എന്നൊന്ന് നോക്കാം. അപ്പൊ ഉപന്യാസമാണ് എസ്സേ അല്ലെ. 6 മാർക്കിന് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരാളാണ് ആര്, ഈ എസ്സേ ചേട്ടൻ എന്ന് പറയുന്നത് അല്ലെ. അതേപോലെ ആർട്ടിക്കിൾ, പ്രബന്ധം അല്ലെ. എന്താണ് ലേഖനവും ആർട്ടിക്കിളും, ഇത് രണ്ടും ഒന്നാണോ അല്ലെ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനൊക്കെ നിങ്ങൾ പലപ്പോഴും ചോദിച്ചതായിട്ട് ടീച്ചർ ഓർക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ, ഒന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പ്രബന്ധവും അതേപോലെ ലേഖനവും ഒന്നും ചോദിക്കില്ല, പക്ഷെ അതിന്റെ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് എന്ത് ചെയ്യണം, നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം അല്ലെ. അപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് നടത്തുന്ന ഒരു അപഗ്രഥനമാണ് അല്ലെ പ്രബന്ധം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ശാസ്ത്രീയ സ്വഭാവമുള്ളതാണ്. വിഷയത്തെ റിസർച്ച് രീതിയിൽ അല്ലെങ്കിൽ ഗവേഷണപരമായ രീതിയിൽ നോക്കിക്കാണുന്നതാണ്. ആധികാരിക സ്വഭാവമുള്ളതാണ്. യുക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് എന്ത്, നമ്മളുടെ പ്രബന്ധം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ലേഖനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ വായനക്കാരെ അറിയിക്കാൻ വേണ്ടി എഴുതുന്നതാണ് ലേഖനം. ഇപ്പൊ നമ്മുടെ പാഠപുസ്തകത്തിന് കുറെ ലേഖനങ്ങളൊക്കെ മക്കൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിൽ പ്രസിദ്ധീകരണത്തിനും ആഴ്ചപ്പതിപ്പുകൾ, വീക്കിലികളിലൊക്കെ മാഗസിൻസിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് ലേഖനങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇവിടെ നമ്മളുടെ സ്വന്തം അഭിപ്രായം ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് ലേഖനത്തിൽ മിക്കപ്പോഴും നമ്മൾ കാണാറുള്ളത്. വിശദമായ ആശയങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഉപശീർഷകളിലെ സബ് ഹെഡിങ്സ് ഒക്കെ നൽകിയിട്ട് വിശദമായ രീതിയിൽ എഴുതുന്നതാണ് ലേഖനം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഉപന്യാസമാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ആരെയാണ്, ഇയാളെയാണ് നമുക്ക് പഠിക്കേണ്ടത്. 6 മാർക്കിന് ഉറപ്പായിട്ടും ഉപന്യാസം എന്ന് പറയുന്ന അല്ലെ ഒരു ചോദ്യം പരീക്ഷയിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ഫേസ് ചെയ്യേണ്ട ഒരാളാണ് അല്ലെ. അപ്പൊ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു ഇതും കൂടെയാണ് അല്ലെ, ഒരു ചോദ്യ രീതി കൂടെയാണ് ഉപന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ഒരു തരത്തിലുള്ള കൺഫ്യൂഷനും ഈ ഒരു ചോദ്യം കാണുമ്പോൾ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആകർഷകമായി എഴുതുന്ന ഒരു ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുന്നത് കേട്ടോ. ഒരു വിഷയത്തെക്കുറിച്ച് എന്ത് ചെയ്യാണ്, ചിലപ്പോൾ അത് പുസ്തകത്തിലുള്ള അല്ലെ നമ്മുടെ പാഠത്തിലുള്ള ഏതെങ്കിലും ഒരു സംഭവമായിട്ടായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉപന്യാസം എഴുതാൻ ചോദിക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗദ്യലേഖനത്തെയാണ് നമ്മൾ ഉപന്യാസം എന്ന് പറയുക. ഇതിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഈ ഉപന്യാസത്തിന്റെ ഘടന അല്ലെ എങ്ങനെയാ എഴുതേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ചോദ്യ രീതികൾ മലയാളത്തിലുണ്ട് അല്ലെ. അപ്പോൾ അതിനെ ഓരോന്നിനെയും വ്യത്യാസമാക്കുന്നത് എന്താണ്, തീർച്ചയായിട്ടും അതിന്റെ ഘടനയാണ്. അപ്പോൾ ഓരോ ഘടനയും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട് പലതരത്തിലുള്ള കറികൾ ഉണ്ടാകും അല്ലെ. അതേപോലെ മലയാളം എഴുതുന്നത് ഒരേ രീതിയിലല്ല. ഈ ഓരോ ചോദ്യങ്ങൾക്കനുസരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, അവയുടെ ഘടനയിൽ വ്യത്യാസം വരുന്നുണ്ട്. ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന പോലെയല്ല നമ്മൾ ഉപന്യാസം എഴുതേണ്ടത്, ഉപന്യാസം എഴുതുന്ന പോലെയല്ല പ്രസംഗം എഴുതേണ്ടത്, പ്രസംഗം പോലെയല്ല മുഖപ്രസംഗം വരുന്നത് അല്ലെ. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ ഘടനയുണ്ട്. അപ്പൊ നമ്മൾ ഉപന്യാസത്തിന്റെ ഘടന ഏതൊക്കെയാണ്, അത് 3 ഭാഗങ്ങളായിട്ടാണ് ആ ഘടന വരുന്നത്. ആദ്യം ആമുഖം, ഉപക്രമം എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ എന്നാണ് അല്ലെ. ആമുഖത്തിന് നമ്മൾ പറയാ. ഇനി പ്രതിപാദ്യം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് പ്രതിപാദ്യമാണ്, അതായത് ബോഡി ഓഫ് ഇൻഫർമേഷൻ ആണ് അല്ലെ, വിഷയത്തെ വിശകലനം ചെയ്യുന്നതാണ്. മൂന്നാമത്തത് ഉപസംഹാരം അല്ലെങ്കിൽ കൺക്ലൂഷൻ ആണ്. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫാണ് ഉപസംഹാരമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ഈ ഘടനകൾ എന്നുള്ളത് നമുക്കൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആമുഖം എന്ന് പറയുന്നത് ഒരു ഉപന്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആമുഖം കേട്ടോ. വിഷയത്തെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ആമുഖത്തിൽ ചെയ്യുന്നത്. പാഠഭാഗത്തോട് ബന്ധമുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങള് അല്ലെ, ലളിതമായ ഭാഷയില് അത് വിഷയ കേന്ദ്രീകൃതമായിരിക്കണം. വിഷയത്തോട് നീതി പുലർത്തുന്ന രീതിയിൽ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന വിഷയം അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആമുഖത്തിൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ടത്. അടുത്തത് പ്രതിപാദ്യമാണ്, ബോഡി ഓഫ് ഇൻഫർമേഷൻ അല്ലെ. അതായത് എന്താണോ നമ്മളുടെ വിഷയം അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള വിവരണമാണ്, ധാരണയോട് കൂടിയിട്ടുള്ള വിവരണമാണ് നമ്മൾ പ്രതിപാദ്യത്തിൽ കൊടുക്കേണ്ടത്. കാര്യകാരണ സഹിതം വേണമെങ്കിൽ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രതിപാദ്യം എഴുതാം. ഖണ്ഡികകൾ തിരിച്ച് അല്ലെ,
പാരഗ്രാഫുകൾ തിരിച്ച്. ഇപ്പോൾ ഒരു പാരഗ്രാഫ് തിരിക്കുക എങ്ങനെയാണ്? ഇതൊരു പേജ് ആണെങ്കിൽ അതിൽ പാരഗ്രാഫ് അല്ലേ, നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആമുഖം എഴുതുന്നു, അടുത്തത് നമ്മുടെ പ്രതിപാദ്യമാണെങ്കിൽ അടുത്ത ഒരു പാരഗ്രാഫിലേക്കാണ് അല്ലെ, അടുത്തൊരു പോയിന്റ് നമ്മൾ ഒരു പാരഗ്രാഫിലേക്കാണ്, അത് ആ പോയിന്റ് തീർന്നു കഴിയുമ്പോൾ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എഴുതും. ഇങ്ങനെ പാരഗ്രാഫുകൾ ഖണ്ഡിക തിരിച്ച് നമ്മൾ എഴുതണം. പിന്നെ ഉദ്ധരണി എഴുതാം, കവിവാക്യം, കവിത, പ്രയോഗങ്ങൾ, ശൈലി, ഇങ്ങനെ നമ്മുടെ വിഷയത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഉപന്യാസത്തിൽ ഉൾപ്പെടുത്താം. ഇനി ഉപസംഹാരമാണ്. ഉപസംഹാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അവസാനത്തെ ഖണ്ഡികയാണ് അല്ലെ. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സ്വന്തം അഭിപ്രായമാണ്, നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഏത് വിഷയമാണോ നമുക്ക് ഉപന്യാസത്തിന് തന്നിരിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചുള്ള നമ്മളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെ, നമ്മളുടെ ഒരു അഭിപ്രായമാണ്, അഭിപ്രായമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എഴുതേണ്ടത്, ഉപന്യാസത്തിൽ എഴുതേണ്ടത്. നിരീക്ഷണം, അപഗ്രഥനം, നിഗമനം അല്ലെ, ഇങ്ങനെ ഒരു ശുഭ പ്രതീക്ഷയോട് കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉപന്യാസത്തെ അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക കൂടെ വേണം. ആ ഉപന്യാസം എന്ത് ചെയ്യണം, ഇപ്പം മറ്റുള്ളവർക്ക് കൂടെ പ്രചോദനമാവുന്ന രീതിയിലാണ് നമ്മൾ ഉപന്യാസം കൺക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രധാനമായിട്ടും അല്ലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഘടന പാലിക്കണം അല്ലെ. ഈ 3 ഭാഗങ്ങൾ അല്ലെ, ഉപന്യാസത്തിലുള്ള ഈ 3 ഭാഗങ്ങൾ, ആമുഖം, പ്രതിപാദ്യം, അതുപോലെ കൺക്ലൂഷൻ, ഈ ഒരു ഘടന നമ്മൾ പാലിക്കണം. ഖണ്ഡികാകരണം, പാരഗ്രാഫുകൾ തിരിച്ചെഴുതണം, ശക്തമായ രീതിയിൽ എഴുതണം, ലളിതമായ ഭാഷയാണ്, നല്ല കയ്യക്ഷരം അല്ലെ, കുറച്ച് വൃത്തിയിലൊക്കെ എഴുതുക. ഈ നമ്മൾ കോട്ട്സ് ഒക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ അല്ലെ അണ്ടർലൈൻ ഒക്കെ ചെയ്ത് ഇൻവേർട്ടഡ് കോമയൊക്കെ കൊടുത്ത് പാരഗ്രാഫൊക്കെ തിരിച്ച് എഴുതുമ്പോൾ തന്നെ അത് വൃത്തിയായി അല്ലെ. അപ്പൊ അങ്ങനെ വൃത്തിയിൽ എഴുതുക. ഭാഷാപരമായിട്ട് നല്ല പദങ്ങൾ അല്ലെ, ഭംഗിയുള്ള പദങ്ങളൊക്കെ കൊണ്ടുവരിക, ഉചിതമായ പദങ്ങൾ ഉപയോഗിക്കുക, വിഷയത്തിൽ അധിഷ്ഠിതമായിട്ട് അല്ലെ. പലപ്പോഴും ഉപന്യാസമൊക്കെ എഴുതുമ്പോൾ നമ്മൾ കാട് കയറിയിട്ടൊക്കെ പോകും അല്ലെ. അപ്പൊ അങ്ങനെയൊന്നും പോകാൻ പാടില്ല. എന്താണോ തന്നിരിക്കുന്ന വിഷയം, മലയാളം ആകുമ്പോൾ നമുക്ക് ഒരുപാട് എഴുതാനുണ്ടാവും, അപ്പൊ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണോ വിഷയം അതിനെക്കുറിച്ച് എഴുതുക. ഉദാഹരണ സഹിതമാണ് നമ്മൾ വിഷയത്തെ വിശകലനം ചെയ്യേണ്ടത്. വിഷയ കേന്ദ്രീകൃതമായിരിക്കണം. സ്വന്തം അഭിപ്രായം അല്ലെ, നമ്മളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്ത് ചെയ്യണം, എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉപന്യാസത്തിനുള്ള 6 മാർക്ക് എവിടെയും പോവാതെ അല്ലെ നമ്മളുടെ കയ്യിലിരിക്കും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം, മുഖപ്രസംഗം എന്താണ് എന്ന് നോക്കാം. അപ്പൊ മുഖപ്രസംഗവും പ്രസംഗവും ഒന്നാണോ എന്ന് പലപ്പോഴും നമുക്കൊരു സംശയം ഉണ്ടാവാറല്ലേ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണോ, മുഖപ്രസംഗം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. ഈ ഒരു വീഡിയോയോട് കൂടെ ആ കൺഫ്യൂഷൻ നിങ്ങൾ ഇനി എടുത്ത് കളയണം കേട്ടോ. അപ്പൊ മുഖപ്രസംഗവും നമുക്ക് സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. 6 മാർക്കിന് തന്നെയാണ് മുഖപ്രസംഗവും ചോദിക്കുക. അപ്പൊ എന്താണ് മുഖപ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? മുഖപ്രസംഗം ഒരു പത്രത്തിന്റെ മെയിൻ പത്രാധിപർ അല്ലെ, മുഖ്യ പത്രാധിപരായിട്ടുള്ള ആള് എഴുതുന്ന ഒരു എന്താണ് ലേഖനമാണ് മുഖപ്രസംഗം അല്ലെ. അപ്പൊ ഈ ഒരു പ്രസംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാധാരണ പ്രസംഗം പോലെ നമ്മൾ മാന്യരെ എന്ന് പറയുന്ന സംബോധനയൊന്നും കൊടുത്ത് നമ്മൾ എഴുതേണ്ടതൊന്നും അല്ല അല്ലെ. അതൊരു ലേഖന സ്വഭാവമുള്ളതാണ്. അത് സമകാലിക വിഷയമായിട്ട് നമ്മൾ ചുറ്റും നടക്കുന്ന ഏതെങ്കിലുമൊക്കെ സംഭവങ്ങളെ കേന്ദ്രീകരിച്ചാണ് മുഖപ്രസംഗം എഴുതാൻ ചോദിക്കുക കേട്ടോ. 6 മാർക്കിനാണ് മുഖപ്രസംഗം ഉണ്ടാകുക. അത് ഇങ്ങനെയാണ് അല്ലെ, ഒരു നീണ്ട കോളത്തിലാണ് നമ്മുടെ പത്രങ്ങളുടെ ഉൾപേജുകളിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു നീണ്ട കോളത്തിലാണ് നമ്മൾ മുഖപ്രസംഗം പൊതുവെ കാണാറുള്ളത്. ഇനി നമുക്ക് പ്രഭാഷണമാണ് അല്ലെ പ്രസംഗം എന്ന് പറയുന്നത്. അപ്പൊ ലഘു പ്രഭാഷണമുണ്ട്, പ്രഭാഷണമുണ്ട്. പ്രഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യത്തെക്കുറിച്ചുള്ള വിശദമായ രീതിയിൽ അല്ലെ നമ്മൾ പറയുന്നതാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. നമുക്ക് അതിനെന്ത് വേണം, ഒരു അല്ലെ സംബോധനയൊക്കെ വേണം. അപ്പൊ മാന്യരെ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങനെ ഒരു അല്ലെ സൂചകത്തിലൂടെയൊക്കെ ഒന്ന് സൂചിപ്പിക്കുകയൊക്കെ വേണം. അപ്പോൾ ഒരു സംബോധന ആവശ്യമാണ്. എന്താണോ നമുക്ക് തന്നിരിക്കുന്ന വിഷയം അതിനെക്കുറിച്ച് വിശദമായ രീതിയിൽ നമുക്ക് പാരഗ്രാഫൊക്കെ തിരിച്ചെന്ത് ചെയ്യാം, പ്രഭാഷണം നമുക്ക് എഴുതാം. ലഘു പ്രഭാഷണമാകുമ്പോൾ അത്രയൊന്നും വേണ്ട അല്ലെ, നമുക്ക് എല്ലാ വിഷയത്തിലേക്കൊന്നും പോകണ്ട. എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം അതുമായിട്ട് കേന്ദ്രീകരിച്ചാണ് ലഘു പ്രഭാഷണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊക്കെ നമ്മളുടെ പാഠപുസ്തകവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളോട് ചോദിക്കുക അല്ലെ. പാഠപുസ്തകത്തിലെ ചോദ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ വിഷയവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ എഴുതാൻ ചോദിക്കുക. അപ്പൊ ആദ്യം നമ്മൾ എന്തറിഞ്ഞിരിക്കണം, പാഠപുസ്തകം അറിഞ്ഞിരിക്കണം അല്ലെ. നമുക്ക് പഠിക്കാനുള്ള എല്ലാ പാഠഭാഗങ്ങളും വിശദമായ രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതിന് ടെൻഷനൊന്നും ആവണ്ട. ഇനിയുള്ള സമയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും എന്താണ്, മലയാളത്തിന് നമുക്ക് മാർക്കൊന്നും മിസ്സാവാൻ പോകുന്നില്ല അല്ലേ. ഫുൾ മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. മാത്രമല്ല ഈ എല്ലാ പാഠഭാഗങ്ങളും മക്കളെ അടിപൊളിയാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലൈവൊക്കെ ആയിട്ട് ടീച്ചർ വരുന്നുണ്ട്. അപ്പോൾ ലൈവൊക്കെ മക്കൾ മാക്സിമം അല്ലേ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉഷാറായിട്ടിടാ. നമുക്ക് 40 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് പഠിക്കണം. നിങ്ങൾ ഉണ്ടാവില്ലേ എൻ്റെ കൂടെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ 40 മാർക്കുമാണ് ടീച്ചർ ഉറപ്പ് വരുന്നത് അല്ലേ. അപ്പം മലയാളം ഫസ്റ്റ് പോലെ മുൻ പരീക്ഷകളിൽ നമ്മൾ എഴുതി നേടിയിട്ടുള്ള ഒരു വിജയം തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ഫൈനൽ എക്സാമിനും അല്ലെ നമ്മുടെ ആനുവൽ എക്സാമിനും നമുക്കത് കാണിക്കണം, നമുക്കത് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ എല്ലാവരും സമയത്തല്ലേ കൃത്യസമയത്ത് തന്നെ നമ്മുടെ ലൈവുകളിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ഉഷാറായിട്ട് അടിപൊളിയായിട്ട് മലയാള സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യണടാ, പഠിച്ച് ഉഷാറാക്കി എടുക്കണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.